ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു വെള്ളിയാഴ്ച വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേ മൈ ലൈഫ് വീഡിയോക്ക് ആണ് നമ്മൾ പോണത്. അപ്പോൾ ഒന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കിച്ചുവിന് ലീവാണ്. അപ്പോൾ എണീക്കാൻ എല്ലാവരും ഞാൻ കിച്ചു രാവിലെ എണീറ്റിട്ട് പിന്നെ ഇതാ കിടന്ന കിച്ചു അവിടുന്ന് എണീറ്റിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് കിടക്കട്ടെ. അപ്പോൾ എന്താ 4 പേരും കൂടി 5 കൂടി കിടത്താൻ നോക്കി അവിടുന്ന് എണീറ്റിട്ടൊക്കെ ഇവിടെ നിന്ന് കിടക്കണേ. 1 2 3 4 നീറ്റാണേ ഓക്കെ വരണ്ടെന്നാ ഓൻ പറയാന്നല്ലോ ഓങ്ങിട്ട് തന്നെ ചെയ്യാന്നിട്ട് നേരെ 11:30 നീറ്റാലും ഓൻ പറയാന്നല്ലോ ഓങ്ങിട്ട് തന്നെ ചെയ്യാ. നീറ്റ് പോടാ പള്ളി വയ്ക്കോ. വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചയാണ് പോയിക്കാന്നാ വെള്ളിയാഴ്ചയാണ്. അപ്പൊ ഓഫീസിൽ പോകാത്തതിന് എന്തൂന്താ പോരൊക്കെ അവിടുന്ന് നീറ്റ് പള്ളി പോയിക്കണേക്കെ കുളിച്ചാണേ സമയമായി തുടങ്ങൂട്ടാ. അപ്പൊ ഇവിടെ ഒരു വട്ടം പോയില്ലേന്നാ ഇനി വേണ്ട ഞാൻ അടുത്ത് വരുന്നൊക്കെ പോയാ മതിയാ. നല്ല കഥ. ഞാൻ ഒരു വട്ടം പോയില്ല ഞാൻ അടുത്ത് വരുന്നൊക്കെ പോവാന്ന്. ഏതാ ഇത് പോയിക്കോ. അത് പറ്റൂലട്ടാ പോയിക്കോ. അതാ അതെന്ത് സ്വഭാവമാണ്. മര്യാദക്ക് പള്ളി പോയിക്കോ. കാക്കാരുടെ ഇടയിലാണ് ബബിളും മുഖന്നും അങ്ങനെ. ഇവളെന്തിനാ വന്നിക്കണത്? ഇപ്പൊ നമ്മളെ പള്ളി കിടക്കണേ. ഇവളിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നിക്കണ നേരം വെളുത്തിട്ട്? ആരൊക്കെ ബബില് നോക്കി എന്നും 2 കാക്കാരൊപ്പം കിടക്ക. ഇന്നലെ ഏത് കഥ പറഞ്ഞിരുന്നത്? ഇവർക്ക് ഇവിടെ ഡെയിലി കഥ പറഞ്ഞിട്ട് ഇവര് കിടന്നു പറഞ്ഞ. ഞങ്ങള് ഒട്ടിക്കുട്ടിയാണ്. മറ്റൊരു പപ്പാന്റെ ഒട്ടിക്കുട്ടിയാന്ന് പറഞ്ഞാണ്ട് ഇപ്പൊ കാക്കുവിന്റെ ഒട്ടിക്കുട്ടി ആയിക്കണം. 2 കാക്കാര നടുവില് കിടന്നു പറഞ്ഞ ബബുലൂട്ടി വീഴണ്ടാച്ചിട്ടാ. 2 കുമ്പ് കിട്ടാനാ 2 കുമ്പ് കിട്ടാനാ അത്ര ഉള്ളു നടുവ് കിടക്കണത്. എല്ലാം കിച്ച ഖത്തറിൽ 3-4 ദിവസം മഴ. എന്തൊക്കെയായിരുന്നു നിങ്ങള് വർത്താനം. ഒറ്റ പൊട്ടുന്ന വെയിലാണ്. നല്ല മഴ പെയ്തതിന്റെ ശേഷം നല്ല രസമല്ല. എടി ആകാശം വന്നു നോക്കി എന്തൊരു രസാച്ചിട്ടോ. പഞ്ഞിമുട്ടായി പോലുണ്ട്. ശരിക്കും എന്തൊരു രസം കാണാൻ. മഴ പെയ്തിട്ട് അത് അവിടൊക്കെ വെള്ളം നിന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഇങ്ങനെ കാണാന്. എനിക്ക് ചെറുപ്പത്തിൽ നല്ല ഇഷ്ടമായിരുന്നു ഇങ്ങനെ മേഘത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ചാടി കളിക്കാൻ. നിങ്ങൾക്ക് ആർക്കും തോന്നുന്നുണ്ട് അങ്ങനെ? എനിക്ക് തോന്നുന്നുണ്ടാ? എന്ത് തോന്നുന്നു? എന്താ മുടി ഒന്നും എണ്ണ കട്ടണം. കടിച്ചു തിന്നാൻ തോന്നുന്നുണ്ട് പഞ്ഞിമുട്ടായി. 2-3 ദിവസം ഖത്തറിൽ നല്ല മഴയാവുന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിരുന്നു. ഇന്നലെ രാത്രിയിൽ നല്ല ഇടി മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം നല്ല തെളിഞ്ഞ ആകാശം, നല്ല ഭംഗിയുള്ള ആകാശം. അപ്പോൾ ദാ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വെള്ളി ദിവസം തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ മുഴുവനായിട്ട് കാണുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ദാ കിച്ചും മക്കളും കൂടി പള്ളിയിൽ പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഞാനിതാ നമുക്ക് രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെമ്മീനും വെള്ളരിക്കും വെച്ചിട്ടുള്ള ചെറിയൊരു ഗ്രേവി ടൈപ്പിലുള്ള ഒരു സംഭവം ഞാൻ ഉണ്ടാക്കണം കേട്ടോ. ഫസ്റ്റ് ടൈം അത് ട്രൈ ചെയ്ത് നോക്കുന്നത്. പക്ഷേ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ദോശയ്ക്കൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ വേണ്ട ഒരു ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സാധാരണ പോലെ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, കറിവേപ്പില, പച്ചമുളകൊക്കെ പാടി സംഭവം സാധാരണ പോലെ ഇങ്ങനെ വഴറ്റി റെഡിയാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള വെള്ളരിക്ക ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യണം കേട്ടോ. ഒരു 1.5 പിടി വെള്ളരിക്ക എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വെള്ളരിക്കും ഈ ഒരു ഇതും കൂടി
നന്നായിട്ട് കുക്കായതിൻ്റെ ശേഷം നമ്മൾ അതിലേക്ക് ചെമ്മീൻ ആഡ് ചെയ്ത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്ത് ചെമ്മീൻ വെള്ളരിക്കയും ഈ തക്കാളി ഇതൊക്കെ ഒന്ന് കുക്കായതിൻ്റെ ശേഷം ഹാഫ് കുക്കായതിൻ്റെ ശേഷം മാത്രം നമ്മളിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യണുള്ളൂ കേട്ടോ. ഉപ്പും എല്ലാം നമ്മൾ അതിൻ്റെ ശേഷം ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഈ ഒരു ചെറിയൊരു വെളിച്ചെണ്ണയിലും ചൂടിലും കിടന്നിട്ട് ചെമ്മീനൊക്കെ ഒന്ന് ഹാഫ് കുക്കായതിൻ്റെ ശേഷം നമ്മൾ അതിലേക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തേക്കാണ്. അപ്പോൾ എരിവിനനുസരിച്ചുള്ള മഞ്ഞപ്പൊടി, ഈ മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, തുള്ളി ഗരം മസാല എന്നിവയൊക്കെ നമ്മൾ എടുക്കുന്ന സാധനങ്ങൾക്ക് അനുസരിച്ചുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുത്തിട്ട് ഇതും നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യുക. അതിൻ്റെ ശേഷം നമ്മൾ പിന്നെ ഒരു ഇച്ചിരി പുളിക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി പുളി ഇല്ലാത്തതാണെങ്കിൽ മാത്രം പുളി ആഡ് ചെയ്താൽ മതി വേണ്ടവർക്കാണെങ്കിൽ. ഞാൻ ഉള്ളു പുളി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം അതെല്ലാം കൂടി അടച്ചു വെച്ചിട്ട് ഒന്ന് ഫുൾ കുക്ക് ആയതിൻ്റെ ശേഷം നമ്മളതിലേക്ക് വറുത്തരച്ചിട്ടുള്ള തേങ്ങ കുറച്ച് ചേർത്തിട്ട് ഒരു 2 സ്പൂൺ തേങ്ങ വറുത്തരച്ചതാണ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുത്തിട്ടുള്ള തേങ്ങ കേട്ടോ. അപ്പോൾ വറുത്തരച്ചത് ഒരു 2 സ്പൂൺ അതും കൂടിയും ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് കുറച്ച് ടൈം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമ്മളതിലേക്ക് പിന്നെ ചെറിയ ഉള്ളിയും അതുപോലെ വറ്റൽമുളകും എല്ലാം കൂടി ഇട്ടിട്ട് ഇതുപോലെ വറവിട്ടിട്ട് അത് ഒഴിക്കുകയും ചെയ്തിട്ട്. അപ്പം നല്ല രസമുള്ള ഒരു ഗ്രേവി ആയിരുന്നു. ദോശയ്ക്കൊക്കെ നല്ല അടിപൊളിയായിരുന്നു. എന്റെ പടച്ചോനെ എന്താ ഈ കാട്ടുന്നത്? ഇതെന്ത് കളിയാണ്? ബ്ലാങ്കറ്റും തലയാണിയും ഒക്കെ അതാ ഒരു കൂട്ടി വെച്ചിക്കണ്. റബ്ബേ, ആരെ കളി? ആരെ പ്ലാനറ്റ് ഈ കളി? തല മുട്ടു അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതിനകത്ത് ടീഷർട്ട് ഇടാത്ത കട്ടിലിന്റെ താഴേക്ക് വെള്ളിട്ടാ അതില്ലാത്ത കളി കളിക്കുന്ന ആലോചിച്ച് മുട്ടും. മതിങ്ങളുള്ള ബെഡ്ഷീറ്റും പുതപ്പും ഒക്കെ വലിച്ചിട്ട് നിങ്ങളെ വീടുണ്ടാക്കലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ റൂമിലെത്തിയപ്പോത്തിന് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബെഡും കാര്യങ്ങളൊക്കെ വീണ്ടും അലങ്കോലാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവർ കുറച്ച് ടൈം ഓരോ കളി കണ്ടപ്പോൾ അറിയാണ്ട് അവിടെ ഇരുന്ന് പോയത്. കാരണം അവരുടെ കളി കാണാൻ നല്ല രസമാണ് കേട്ടോ. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരപ്പ അതിൻ്റെ ട്യൂണ് മാറ്റും. മറ്റേത് നമ്മൾ കാണാതെ ഒളിഞ്ഞിരുന്ന് കീഴ്ക്കാണിച്ചാൽ ഭയങ്കര രസമാണ്. അമ്മായിയായിട്ടും എളാമായിട്ടും പിന്നെ കുട്ടികളെ നോക്കിയിട്ടും ഓരോ പേരെന്നെ മാറ്റിയിട്ട് ഭയങ്കര രസമുള്ള കളിയോളേക്കാർ കേട്ടോ. ആറ്റടൊക്കെ ആണെന്നുണ്ടെങ്കിൽ സംസാര ശൈലി തന്നെയാണ് മാറുകയുള്ളൂ കളിക്കുമ്പോൾ. പിന്നെ നല്ല രസമാണ്. അപ്പൊ ഞാനത് അറിയാത്ത രീതിയിൽ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ അതിന്റെ ഇടയ്ക്ക് കണ്ട് സംഭവം കണ്ടതൊക്കെ എടുത്ത് മുഖത്ത് വാരി തേക്കണ്ടട്ടാ. ലിപ്സ്റ്റിക് ഒന്നും അങ്ങനെ ഇടാൻ പാടില്ല എപ്പോഴും, ചുണ്ട് പൊട്ടിപ്പോവും. ലിപ്സ്റ്റിക് ഇട്ടിട്ട് ലിപ്പാൻ മുട്ടോട്ട് ചെയ്താലും ഇല്ലെങ്കിലും ലിപ്സ്റ്റിക്കും ഇതൊന്നും അങ്ങനെ എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളൊന്നുമല്ല. അല്ലെങ്കിൽ വീട്ടില് മക്കളൊക്കെ നോക്കണം. നിങ്ങളൊക്കെ എന്തിനാ ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നത്? നിങ്ങളോട് കുട്ടികളൊക്കെ നോക്കല്ലേ? കുട്ടികൾ നോക്കണം. നിങ്ങളൊക്കെ എന്തിനാണ് പെണ്ണുങ്ങളെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നടക്കണേ? ഞാൻ സോറി, കൊളാക്കിയ.
അങ്ങനെ കുറച്ച് ടൈം മക്കളെ കളിയും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. പിന്നെ ഇന്ന് ഉച്ചക്കുള്ള ഫുഡ് ഞങ്ങൾ ആദ്യം വിചാരിച്ചിന്ന് പുറത്ത് പോയി കഴിക്കാം, വെള്ളിയാഴ്ച അല്ലേ എന്ന് വിചാരിച്ച്. അപ്പോൾ നല്ല വെയിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ച ടൈമിലൊന്നും ഇപ്പോൾ പുറത്തിറങ്ങലും നടക്കില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ മന്തി ഇങ്ങോട്ട് പാർസലാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അറേബ്യൻ മന്തിയിലെ പിന്നെ മിക്സ്ഡ് പ്ലാറ്റർ ഓർഡർ ചെയ്തിട്ട്, ഇതാവുമ്പോൾ പിന്നെ പല ഐറ്റംസ് ഉണ്ടാവുമല്ലോ. ഇവിടെ മക്കൾക്ക് ഒരാൾക്ക് പറ്റുന്നത് ഒരാൾക്ക് പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമുക്കൊന്നും കൂടി നല്ലതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓർഡർ ആക്കിയിട്ട് കഴിച്ച്. ഇനി ഇതാ നിങ്ങളോട് പറയാനുള്ള കാര്യം നമ്മൾ തംബ്ലയിൽ പറഞ്ഞ പോലെ നമ്മളുടെ സ്റ്റോറിയുടെ കാര്യമാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കേൾക്കാനും കാണാനും ആഗ്രഹിക്കുന്നത് ആ ഒരു സംഭവമാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ഖത്തറിൽ വന്നതിന് ശേഷം ഇപ്പോൾ ഫാമിലി വ്ളോഗും കാര്യങ്ങളും ഇടലും തുടങ്ങിയതിന് ശേഷം എല്ലാവരും ചോദിക്കണം, ആകെ കമൻറ്റിലും ആകെ ചോദിക്കുന്ന ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ, എന്താ അടുത്ത സ്റ്റോറിനെ കുറിച്ചൊന്നും പറയാത്ത, അടുത്ത സ്റ്റോറി എന്നാന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, വെക്കേഷൻ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക ഇങ്ങനെ ആക്ടിങ്ങും അതുപോലെ സ്റ്റോറി എഴുതലും നമ്മളിപ്പോൾ ഓരോ കഥകളിടുമ്പോഴും അതിൻ്റെ ബാക്കിൽ നല്ലോണം ടൈമാണെങ്കിലും പിന്നെ എല്ലാം നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ വെക്കേഷൻ, ഞാൻ ആദ്യം പറയില്ലേ, വെക്കേഷൻ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫാമിലിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വെക്കേഷൻ പീരീഡ് സ്റ്റോറിയിലേക്കൊന്നും ഇറങ്ങാത്തത്. പക്ഷേ ഇതാ അപ്പോൾ നമ്മൾ വെക്കേഷനൊക്കെ ഏകദേശം തീരാറായി തുടങ്ങിയല്ലോ. അപ്പോൾ നമ്മളിതാ ഇവിടെ ഇപ്പോൾ ഇരുന്നും കൊണ്ട് ഞാനിതാ അടുത്ത കഥകൾ എഴുതി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആഴ്ചയ്ക്ക് ശേഷമുള്ള നമ്മുടെ അടുത്ത കഥ ഇൻഷാ അല്ലാ ഇപ്പോൾ ഞാൻ എഴുതി ഇപ്പോൾ ഒരു 8 എപ്പിസോഡോളം ആയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഇതുണ്ട് എഴുതൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഷൂട്ട് ചെയ്യൽ മതിയില്ല. അപ്പൊ നിങ്ങൾ ആഗ്രഹിച്ച പോലെ നമുക്ക് പെട്ടെന്ന് എപ്പിസോഡുകൾ തരാനും പറ്റും. മറ്റേത് നമ്മൾ കഥ എഴുതും, അത് കഴിഞ്ഞിട്ട് അടുത്ത എപ്പിസോഡ് എടുക്കും, പിന്നെ അടുത്ത കഥ എപ്പിസോഡ് എഴുതും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ഒരു വെക്കേഷൻ ടൈമിൽ കുറച്ചധികം സ്റ്റോറീസ് നമുക്ക് കുറച്ച് എപ്പിസോഡുകൾ എഴുതി വെക്കാന്ന്. അപ്പൊ എന്തായാലും നിങ്ങളുടെ ആഗ്രഹം പോലെ നമ്മളുടെ അടുത്ത കഥ എഴുതൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇൻഷാ അല്ലാ നമ്മൾ പെട്ടെന്ന് തന്നെ അതിന്റെ ഷൂട്ട് തുടങ്ങുമായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഇതുപോലെ ഇതുവരെ നമ്മൾ ഇട്ടിട്ടുള്ള സമീറ മുതൽ ആയിഷ വരെയുള്ള എല്ലാ കഥകളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കമന്റുകളും അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു. ഇപ്പൊ അതൊക്കെ ശരിക്കും മിസ്സാവുന്നുണ്ട്. അപ്പോൾ വ്ളോഗുകളൊക്കെ ഇട്ടതിന് ശേഷങ്ങളുള്ള കമന്റ്സുകൾ കുറഞ്ഞ്, വ്യൂസ് കുറഞ്ഞ്, പക്ഷേ അതൊക്കെ ശരിക്കും മിസ്സാവുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു വെക്കേഷൻ ടൈം ഫാമിലിക്ക് വേണ്ടിയിട്ട് മാറ്റിയേക്കാലോ എന്ന് വിചാരിച്ചുകൊണ്ടും പിന്നെ അതിൽ കണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ ഉള്ളതിനെ ഒന്നും നോക്കാനുള്ള ടൈം ഉണ്ടാവില്ല. അപ്പോൾ വെക്കേഷൻ ടൈമിൽ മക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇപ്പൊ ഇവിടെ കിച്ചുവിന്റെ കൂടെ ഉള്ള ഈ ഒരു സമയമാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കിട്ടില്ല. അപ്പൊ എന്തായാലും വേണ്ടില്ല, ഇനി വ്യൂസ് കുറയുകയാണെങ്കിലും വേണ്ടില്ല, സബ്സ്ക്രൈബേഴ്സ് കുറയുകയാണെങ്കിൽ വേണ്ടില്ല, ഈ ഒരു ടൈം ഫാമിലിക്ക് വേണ്ടിയിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വെക്കേഷൻ ടൈമിൽ ഞാൻ സ്റ്റോറി കാര്യങ്ങളൊന്നും ഇപ്പോൾ അപ്ലോഡ് ചെയ്യാത്തത് കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാ എന്തായാലും ഞാൻ അടുത്ത സ്റ്റോറി എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളോട് പറയാല്ലേ, നമ്മളെ ചാനൽമെന്നുള്ള ടച്ച് വിടാണ്ടിരിക്കുക നിങ്ങൾ. കാരണം നമ്മൾ അടുത്ത സ്റ്റോറി അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോരോ എപ്പിസോഡായിട്ട് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്നും കിട്ടൂല. പിന്നെ യൂട്യൂബ് തന്നെ നമ്മളുടെ ചാനൽ സെർച്ചിങ്ങിൽ കൊണ്ടുവരാതാവും. നമ്മൾ നിങ്ങൾ വ്ളോഗ് കാര്യങ്ങൾ മിസ് ചെയ്യുമ്പോൾ അപ്പോൾ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വ്ളോഗ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണുക. പിന്നെ എന്നാലേ നമുക്ക് നമ്മളുടെ സ്റ്റോറികൾ നല്ല രീതിയിലുള്ള വ്യൂസ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ എന്തായാലും ഞാൻ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇന്നത്തെ വ്ളോഗിൽ കൂടെ പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കഥയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും, കഥ നെയിമും കാര്യങ്ങളും, കഥയുടെ പേരെന്താണെന്നും അതിൻ്റെ എന്തെന്താണെന്നൊക്കെ ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും കൂടെ സപ്പോർട്ടായിട്ടുണ്ടാവുക. നമ്മളുടെ ഈ ഒരു വെക്കേഷൻ പീരീഡ് ഞങ്ങളുടെ ഫാമിലിയുടെ കൂടെ ഞങ്ങളെ എൻജോയ് ചെയ്യണ പോലെ നിങ്ങളും കൂടി ഞങ്ങളെ ഈ ഒരു വീഡിയോസിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ദിവസങ്ങൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, വിശേഷങ്ങളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കുറേ ദിവസം ഈ ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു ദിവസത്തെ മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സലാം. ഇതാ വീഡിയോ നിർത്തി പോണതിൻ്റെ മുമ്പ് ഇതും കൂടി കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അത് നമുക്ക് ആമസോണിൽ നിന്ന് നാട്ടിലേക്ക് വന്നിട്ടുള്ള കുറച്ച് ആറ്റക്കും ബബുലുക്കും കുറച്ച് ഹെയർ ആക്സസറീസും അതുപോലെ 2 ഷോർട്സും അതുപോലെ നല്ല ഭംഗിയുള്ളൊരു വൈറ്റ് ഹാൻഡ് ബാഗും പിന്നെ സ്പൈഡർമാൻ്റെ തന്നെ ഒരു സ്കൂൾ ബാഗും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്കൂളും കാര്യങ്ങളൊക്കെ തുറക്കാൻ പോലെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്കൂൾ ഐറ്റംസുകളോ ഇതുപോലെ ഹെയർ ആക്സസറീസോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും യൂസ് ആയിക്കോട്ടെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ റേറ്റിൽ വേണമെങ്കിൽ വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആമസോണിന്റെ ബിഗ് സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേണ്ടവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സ്കൂൾ ഐറ്റംസ് ഒക്കെ കുറഞ്ഞ രീതിയിൽ വിലയിൽ വാങ്ങിക്കാൻ പറ്റുകയാണെന്ന് വെച്ചാൽ വാങ്ങാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.